നാക്കിൻ്റെ ഇടയിൽ കാണുന്ന പാടയ്ക്ക് കട്ടി കൂടിയതിനാൽ നാക്കിൻ്റെ ചലനത്തെയും പ്രവർത്തനത്തെയും സാരമായി ബാധിക്കുന്ന അവസ്ഥയാണ് ടങ് ടൈ. അത് നാക്കിൻ്റെ മുൻവശത്ത് നമുക്ക് എളുപ്പം കാണാൻ പറ്റും, അതിന് ആൻറ്റീരിയർ ടങ് ടൈ എന്ന് പറയും. അല്ലെങ്കിൽ നാക്കിൻ്റെ ബാക്ക് വശത്ത് അത് പുറകിലോട്ടായിട്ടാണ് ഉണ്ടാവുക, അതിന് നമ്മൾ പോസ്റ്റീരിയർ ടങ് ടൈ എന്ന് പറയും. പൊതുവെയുള്ള ചിന്താഗതി ടങ് ടൈ സ്പീച്ചിനെ മാത്രമാണ് ബാധിക്കുക എന്നുള്ളതാണ്. ടങ് ടൈയിൽ നാക്കിൻ്റെ സ്ഥാനം താഴെയായിരിക്കും, അതായത് ടങ് പോസ്ചർ ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മുഖത്തിൻ്റെയും ശ്വാസനാളത്തിൻ്റെയും താടിയലിലെ വളർച്ചയെ ടങ് ടൈ സാരമായി ബാധിക്കും. ഇതുകൂടാതെ ഉറക്കത്തിനെയും നമ്മളെ നട്ടലിൻ്റെ വളർച്ചയെ തന്നെ ടങ് ടൈ ബാധിക്കും. ടങ് ടൈ നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ എത്രയും പെട്ടെന്ന്, അതായത് ജനിക്കുന്ന ഫ്രം ദ ഡേ 1 തന്നെ ടങ് ടൈ ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.